Next question. Draw the following views of the isometric view given below in third angle projection. Front view, side view, top view. Front view dash തന്നിട്ടുണ്ട്, സൈഡ് വ്യൂ തന്നിട്ടുണ്ട്, ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട്. സൈഡ് വ്യൂ ഏതാണ്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. അപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ വരയ്ക്കുന്നു. നമുക്ക് ആദ്യം റെഫറൻസ് ലൈൻ XY ലൈൻ വരച്ചിടാം. നമ്മൾ XY ലൈൻ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ നമ്മൾ എവിടെയാണ് വരയ്ക്കുന്നത്? XY ലൈൻ്റെ താഴെ, റെഫറൻസ് ലൈൻ്റെ താഴെ വരയ്ക്കുന്നു. ടോപ്പ് വ്യൂ മുകളിൽ വരയ്ക്കുന്നു. ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വ്യൂ ഈ ഒരു പാർട്ടിൽ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ശരിയല്ലേ? പിന്നെ ഈ ഒരു സർഫസും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ചരിഞ്ഞ പ്രതലത്തിൽ കാണാൻ പറ്റില്ല, സ്ട്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലേ? നമുക്കത് മാർക്ക് ചെയ്യാം. ഒരു 50 mm മാറ്റിയതിന് ശേഷം നമുക്കത് മാർക്ക് ചെയ്യാം. എത്രയാണ്? ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 75 ആണല്ലേ? 75. നമ്മൾ മാർക്ക് ചെയ്തു. ഇത് മുതൽ ഇതുവരെ 45 ഉണ്ട്. മാർക്ക് ചെയ്തു. ദെൻ 30 15 കൂടെ എത്രയായി? 45 ആയി. 45 നിന്ന് 75 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആവും അല്ലേ? 45 നിന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 30 ആണ് വരുന്നത് അല്ലേ? 30. അപ്പോൾ ആ 30 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ. ദെൻ ഇത് മുതൽ ഇതുവരെ 35 എന്ന് പറയുന്നുണ്ട്, ഇത് മുതൽ ഇതുവരെ 45 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 35ഉം ഇത് മുതൽ ഇതുവരെ 45 എന്നും പറഞ്ഞാൽ അപ്പോൾ ഇത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ആ 10 നമുക്ക് മാർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദെൻ അതിന് ശേഷം ഇവിടെ 35 എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്യാം അല്ലേ? കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് ഈ ഒരു ഇവിടെ മാർക്ക് ചെയ്യണ്ടേ? ഇത് മുതൽ ഇതുവരെ 15 എടുക്കുക. 15 എടുത്തു. അവിടെ നിന്ന് നമ്മൾ 10 മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ 10 മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ക്ലോസ് ചെയ്തു. നമുക്ക് ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ശരിയല്ലേ? ഇനി നോക്കിയേ, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിരുന്നു നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കാണിക്കണ്ടേ? അതായത് ഇവിടെ നിന്ന് 10 മുകളിലേക്ക് എടുക്കുക, അതിനുശേഷം 10 mm ഹൈറ്റിൽ ഓപ്പണിംഗ് കാണിക്കുക. 10 മുകളിലോട്ട് എടുത്തതിന് ശേഷം 10 mm ഹൈറ്റിൽ ഓപ്പണിംഗ് കാണിക്കുക. അതുകൂടി നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഹിഡൻ ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത്. സോറി, നമുക്ക് ഈ ഒരു ഓപ്പണിങ് ഇവിടെ ഉണ്ട്, അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷനിൽ അവിടെ ഒരു ഓപ്പണിംഗ് ഉള്ളതായിട്ട് നമുക്കൊരു ഡോട്ടഡ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഡോട്ടഡ് ലൈൻ കൊടുത്തിരുന്നാലും മതി. ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങുന്നതായിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഈ സർഫസ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഈ പോർഷൻ കാണാൻ കഴിയും, ഈ പോർഷൻ കാണാൻ കഴിയും, ഈ ഒരു പോർഷൻ കാണാൻ കഴിയും, ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? അത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ വരച്ച ഫ്രണ്ട് വ്യൂവിൻ്റെ ഇവിടെ നമ്മൾ പ്രൊജക്ടർ ലൈൻസ് നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്യുന്നു.
ഇത് മുതൽ ഇതുവരെ എത്രയാണ് 50 എന്ന് പറയുന്നുണ്ട്. നമ്മൾ രണ്ടറ്റത്തും അതുപോലെ 50 മാർക്ക് ചെയ്യുന്നു. രണ്ടറ്റം നമ്മൾ 50 മാർക്ക് ചെയ്തു. ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുന്നു. ദെൻ നമ്മൾ നോക്കിയായിരുന്നു ഇതെത്രയായിരുന്നു, 30യും 15നും കൂടെ ചേർത്ത് 45 ആയിരുന്നു. അപ്പോൾ ബാക്കി 30 ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ 30 മാർക്ക് ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഈ പ്രൊജക്ടർ ലൈൻ എന്ത് ചെയ്യുക, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താലും മതി. നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ അതിനുശേഷം ഒരു 15 mm സ്പേസ് ഇട്ട് ഈ ഒരു അത് ഇവിടെ നിന്നുള്ള പ്രൊജക്ടർ ലൈൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ടുമായി. ഇനി നമുക്ക് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഇവിടെ ഒരു 20 മാർക്ക് ചെയ്യണം അല്ലേ? 20 മാർക്ക്. അതായത് മൊത്തത്തിൽ 50 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 20 മാർക്ക് ചെയ്യാനായിട്ട് എത്രയായിരിക്കും? ബാക്കി 15നും 15നും ആയിരിക്കും അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 15 മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ ഒരു 15 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ പോയിൻറ്റും ഇതുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെയും അതുപോലെ. ഇത്ര തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. നോക്കിയേ, ഈ പോർഷൻ, ഈ രണ്ട് സർഫസ്, ഈ ഒരു സർഫസ്, പിന്നെ ലാസ്റ്റ് സർഫസ്. ഓക്കെ, ഇനി ഏത് വ്യൂ വരയ്ക്കേണ്ടത്? ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ. നമുക്ക് ഈ സർഫസ് കാണാൻ കഴിയും, ഈ സർഫസ് കാണാൻ കഴിയും അല്ലേ? ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും. ഇതേനാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്ന സർഫസ്. അതുപോലെ തന്നെ ഈ ഒരു സർഫസ് കാണാൻ കഴിയും, ഇവിടുത്തെ സർഫസും കാണാൻ കഴിയും. ഓക്കെ, അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ പ്രൊജക്ടർ ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൻ്റെ പ്രൊജക്ടർ ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അത് രണ്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 50 ആണ്. ആ 50 നമ്മൾ മാർക്ക് ചെയ്യുന്നു. പോർഷനും നമ്മൾ ക്ലോസ് ചെയ്തു. മൊത്തത്തിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ 20 ഉണ്ട്. നമുക്കിതാ ഈ ഒരു ലൈനൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രൊജക്ടർ ലൈനൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 20 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെയും അതുപോലെ 20 മാർക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുമോ? അവിടെ ഇങ്ങനെ ഒരു ലൈൻ വരാത്തതുകൊണ്ട് നമ്മൾ അറേസ് ചെയ്തു. ദെൻ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 30 ആണ്. അപ്പോൾ 10 ഇവിടെ അല്ലേ? നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഒരു 10 mm ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, 10 mm ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 ആണ്. ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. നമ്മൾ ഈ എക്സ്റ്റൻഷൻ ലൈൻ, ഈ ഒരു പ്രൊജക്ടർ ലൈനും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടി. ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കിയേ, ഇവിടെ 20 മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെൻട്രൽ 20 ആണെങ്കിൽ ഇവിടെ 15, ഇവിടെ 15 ആണല്ലേ? അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. അവിടെയും 15 മാർക്ക് ചെയ്തു, ഇവിടെയും 15 മാർക്ക് ചെയ്തു. അതിനുശേഷം നോക്കിയേ, ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ സൈഡ് വ്യൂ വരുന്നത്.
ശരിയല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. എന്ത് ചെയ്യുക? ഇതുപോലെ ഡയമെൻഷൻസ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ മാർക്ക് ചെയ്യുക.